നമസ്കാരം. കെ.എസ്. മെന്റർ മെയിൻസ് ഡിസ്കഷൻ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ്. ദാറ്റ് ഇസ് ബുദ്ധിസം ആൻഡ് ജൈനിസം. ഈ ഒരു ടോപ്പിക്കിൽ നിന്നുള്ള 2 മാർക്കിൻ്റെയും 5 മാർക്കിൻ്റെയും 10 മാർക്കിൻ്റെയും ഓരോ വീതം ചോദ്യങ്ങളായിരിക്കും ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഈ ഒരു ടോപ്പിക് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 പിതാകാസ് ഓഫ് ബുദ്ധിസം. ഇത് 2 മാർക്കിന്റെ ചോദ്യമാണ്. വേർഡ് ലിമിറ്റ് വിൽ ബി 20 വേർഡ്സ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദി ഡിക്ലൈൻ ഓഫ് ജൈനിസം. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണ്. വേർഡ് ലിമിറ്റ് 60 വേർഡ്സ്. തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ റീസൺസ് ഫോർ ദി എമർജൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഇമ്പാക്ട്. ഇതൊരു 10 മാർക്കിന്റെ ചോദ്യമാണ്. സോ വേർഡ് ലിമിറ്റ് വിൽ ബി 150 വേർഡ്സ്. നമുക്കിനി ആൻസർ ഡിസ്കഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ 3 പിതാകാസ് ഓഫ് ബുദ്ധിസം. ബുദ്ധിസത്തിലെ 3 പിതാകാസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാന്നാണ് ചോദ്യം. 3 പിതാകാസ് എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് സ്ക്രിപ്റ്റേഴ്സ് ആണ്, അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റിനെ വിളിക്കുന്ന പേരാണ് 3 പിതാക. 3 പിതാക എന്ന് പറയുമ്പോൾ തന്നെ അവിടെ 3 പിതാകാസ് ഉണ്ടാവും. സുട്ട പിതാക, വിനയ പിതാക ആൻഡ് അഭിധമ്മ പിതാക. സുട്ട പിതാക എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറയുന്നതാണ്. ധമ്മ എന്ന കോൺസെപ്റ്റിനെ കുറിച്ചാണ് സുട്ട പിതാകയിൽ പറയുന്നത്. വിനയ പിതാക എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മങ്സ് അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് സന്യാസിമാർ കണ്ടക്ട് ചെയ്യേണ്ട ആ ഒരു ഡിസിപ്ലിൻ എങ്ങനെയാണ്, അവർ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തൊക്കെയാണ് എന്നത് പറയുന്നതാണ് വിനയ പിതാകയിൽ. അഭിധമ്മ പിതാക എന്ന് പറയുന്നത് 3 പിതാകയിൽ വെച്ചും ഏറ്റവും ലേറ്റസ്റ്റ് വണ്ണാണ്. ഇതിൽ ബുദ്ധിസത്തിലെ ഫിലോസഫിയാണ് ഡീൽ ചെയ്യുന്നത്. നമ്മൾ ഹിന്ദുയിസത്തിൽ ഉപനിഷത്ത് എന്ന് പറയുന്നത് പോലെ ബുദ്ധിസത്തിലെ ഫിലോസഫിയാണ് അഭിധമ്മ പിതാക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സുട്ട പിതാക, വിനയ പിതാക, അഭിധമ്മ പിതാക, ഈ 3 പിതാകാസ് ചേരുന്നതാണ് 3 പിതാകാസ് ഓഫ് ബുദ്ധിസം. ഇതൊരു 2 മാർക്കിന്റെ ചോദ്യമാണ്. സോ 20 വേർഡ്സിനുള്ളിൽ ഇതിന്റെ ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റിലേക്ക് കടക്കാം. ഡിസ്കസ് ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ ഡിക്ലൈൻ ഓഫ് ജൈനിസം. ജൈനിസത്തിന്റെ ഡിക്ലൈന് കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണ്. സോ വേർഡ് ലിമിറ്റ് വിൽ ബി 60 വേർഡ്സ്. നമുക്കറിയാം ജൈനിസം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം റിലീജിയൻ ആയിരുന്നു. വളരെ ടഫായിരുന്നു അത് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. സല്ലേഖന പോലുള്ള കാര്യങ്ങളെല്ലാം ജൈനിസത്തിന്റെ ഒരു മേജർ ഫീച്ചർ ആയിരുന്നു. സല്ലേഖന എന്ന് പറയുന്നത് അവസാന കാലഘട്ടങ്ങളിൽ ഭക്ഷണം കഴിക്കാതെ മരണപ്പെടുന്ന ഒരു അവസ്ഥയാണ് സല്ലേഖന എന്ന് പറയുന്നത്. നമുക്കറിയാം മൗര്യൻ എംപയറിന്റെ സ്ഥാപകനായിരുന്ന ചന്ദ്രഗുപ്ത മൗര്യ സല്ലേഖന കണ്ടക്ട് ചെയ്തിട്ടാണ് മരണപ്പെടുന്നത്. സോ ദാറ്റ് മീൻസ് ജൈനിസത്തിൽ വളരെയധികം എക്സ്ട്രീം ആയിട്ടുള്ള മെഷേഴ്സുകൾ കൈക്കൊണ്ടിരുന്നു. സ്വാഭാവികമായിട്ടും ഇറ്റ് വാസ് വെരി ടഫ് റിലീജിയൻ ടു പ്രാക്ടീസ്. അപ്പൊ അതൊരു റീസൺ ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറയുന്നത് ലാക്ക് ഓഫ് പാറ്റർനേജ് ആണ്. നമുക്കറിയാം ജൈനിസം ആയാലും ബുദ്ധിസം ആയാലും ഏറ്റവും കൂടുതൽ അത് പാറ്റർനൈസ് ചെയ്തിരുന്നത് രാജാക്കന്മാരായിരുന്നു. പക്ഷേ പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ ജൈനിസം ബുദ്ധിസം പോലെ റിലീജിയൻസ് ഈ പറഞ്ഞ രാജാക്കന്മാർ അധികം പാറ്റർനൈസ് ചെയ്യുന്നില്ലായിരുന്നു. സ്വാഭാവികമായിട്ടും ഇറ്റ് ഡിക്ലൈൻഡ്. മറ്റൊരു ഫാക്ടറായിട്ട് എടുത്ത് പറയുന്നത് അഡ്വെന്റ് ഓഫ് ബുദ്ധിസം ആണ്. നമുക്കറിയാം ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുമ്പോഴും ജൈനിസം ആയിരുന്നു ആദ്യം വരുന്നത്. ജൈനിസം വളരെ ടഫായിട്ട് റിലീജിയൻ ആയിരുന്നു. പക്ഷെ അതിനുശേഷം വന്ന ബുദ്ധിസം കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് തോന്നിയത് കാരണം സ്വാഭാവികമായിട്ടും ജൈനിസത്തിലേക്ക് അധികം ആൾക്കാർ വരാതെയായി. അതും ഒരു റീസണായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. മറ്റൊരു ഇമ്പോർട്ടൻറ്റ് റീസൺ എന്ന് പറയുന്നത് ഡിവിഷനാണ്. ഈ പറയുന്ന ജൈനിസവും ബുദ്ധിസവും എല്ലാം ശരിക്കും എമേർജ് ചെയ്യുന്നത് നോർത്ത് ഇന്ത്യയിലാണ്. പക്ഷേ ചന്ദ്രഗുപ്ത മൗര്യയുടെ കാലഘട്ടത്തിൽ എന്താ സംഭവിച്ചത്? നോർത്ത് ഇന്ത്യയിൽ വലിയ രീതിയിൽ ഫാമിൻ നടക്കുകയാണ്, ഒരു ക്ഷാമം നടക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന കുറെ ജെയിൻ മങ്സ് സൗത്ത് ഇന്ത്യയിലേക്ക് പാരായണം ചെയ്തു. അതിലൊരു വ്യക്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യ. ചന്ദ്രഗുപ്ത മൗര്യയും ഈ പറയുന്ന ജെയിൻ മങ്സിനോടൊപ്പമാണ് ശ്രാവണ ബെൽഗോളയിൽ എത്തുകയും അവിടെ വെച്ച് സല്ലേഖന കണ്ടക്ട് ചെയ്ത് മരണപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, അത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പിക്ചറാണ്. സോ സ്വാഭാവികമായിട്ടും ചില ആളുകൾ നോർത്ത് ഇന്ത്യയിൽ തന്നെ റിമെയിൻ ചെയ്തു, മറ്റു പലർ സൗത്ത് ഇന്ത്യയിലേക്ക് പാരായണം ചെയ്തു. ദാറ്റ് മീൻസ് അവിടെ ജൈനിസത്തിനൊരു ഡിവിഷൻ നടക്കുകയാണ്. ദിഗംബരാസ് എന്നും ശ്വേതാംബരാസും എന്നായിരുന്നു ആ 2 ഡിവിഷനെയും അറിയപ്പെട്ടിരുന്നത്. സോ ഈ ഒരു ഡിവിഷൻ ശരിക്കും ജൈനിസത്തിനെ ഒരുപാട് തളർത്തിയായിരുന്നു. അതും ഇതിന്റെ ഡിക്ലൈനായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. മറ്റൊരു ഫാക്ടറായിട്ട് എടുത്ത് പറയുന്നത് റിവൈവൽ ഓഫ് ഹിന്ദുയിസം ആണ്. ഭഗവതിസം, ശൈവിസം, വൈഷ്ണവിസം പോലുള്ള കാര്യങ്ങളുടെ ഡെവലപ്മെന്റോട് കൂടി ഹിന്ദുയിസം അതിന്റെ ഒരു റിവൈവൽ സ്റ്റേറ്റിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായിട്ടും ജൈനിസത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് അവിടെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സോ ഈ പോയിന്റുകളെല്ലാമാണ് ശരിക്കും ജൈനിസം എന്ന് പറയുന്ന റിലീജിയന്റെ ഡിക്ലൈൻ്റെ റീസൺസ് ആയിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതൊരു 5 മാർക്കിന്റെ ചോദ്യമാണ്. സോ 60 വേർഡ്സിനുള്ളിൽ ഇതിന്റെ ഒരു ഉത്തരം എഴുതാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിസ്കസ് ദ റീസൺസ് ഫോർ ദി എമർജൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം ഇൻ ഇന്ത്യ ആൻഡ് ദെയർ ഇമ്പാക്ട്. ഇന്ത്യയിൽ ജൈനിസവും ബുദ്ധിസവും എമേർജ് ആവാനുള്ള റീസൺസ് എന്തൊക്കെയാണ്, അതിന്റെ ഇമ്പാക്ട് എന്തൊക്കെയായിരുന്നു എന്നതാണ് ചോദ്യം.
സോ ഇതൊരു 10 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പോൾ ഒരു പ്രോപ്പർ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യാം. ഒരു ഇൻട്രൊഡക്ഷൻ വേണം, ബോഡി പാർട്ട് വേണം, ദെൻ കൺക്ലൂഷൻ വേണം. ഇൻട്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് ജൈനിസം ആൻഡ് ബുദ്ധിസത്തിന്റെ ഒരു ഒറിജിനേഷൻ എപ്പോഴായിരുന്നു എന്ന് ജസ്റ്റ് ഒന്ന് പറയുന്നത് നല്ലതായിരിക്കും. നമുക്കറിയാം 7th സെഞ്ചുറി BC കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലായിരുന്നു ജൈനിസം ബുദ്ധിസം എമേർജ് ആവുന്നത്. ഈ രണ്ടിനും ഒരു കോമൺ കൾച്ചർ തന്നെ ആയിരുന്നു ഇതിനുണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു കാര്യം പറഞ്ഞോടുകൂടി നമുക്ക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷമാണ് ശരിക്കും നമ്മുടെ മെയിൻ കണ്ടന്റിലേക്ക് ഇറങ്ങി ചെല്ലുന്നത്. റീസൺസ് ഫോർ ദി എമർജൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജൈനിസം എന്ന് പറയുമ്പോൾ പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു, റിലീജിയസ് ഫാക്ടേഴ്സ് ഉണ്ട്, എക്കണോമിക് ഫാക്ടേഴ്സ് ഉണ്ട്. സോഷ്യൽ ഫാക്ടേഴ്സിൽ എടുത്തു പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് റിജിഡ് കാസ്റ്റ് സിസ്റ്റമാണ്. നമുക്കറിയാം അന്ന് ഒരുപാട് വർണ്ണ സിസ്റ്റവും അതുപോലെ കാസ്റ്റ് സിസ്റ്റം ഒക്കെ വളരെയധികം റിജിഡ് ആയിട്ടും വളരെ കോംപ്ലക്സ് ആയിട്ടും നിലനിന്നിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ബ്രാഹ്മണിക്കൽ സുപ്രീമൻസി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ലോവർ കാസ്റ്റിനുള്ളവർക്ക് ഒരു ഇൻഇക്വാലിറ്റി നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും സോഷ്യൽ ഫാക്ടേഴ്സ് ആയിട്ട് എടുത്തു പറയുന്നത്. പിന്നീട് വരുന്ന ഫാക്ടർ ഇസ് റിലീജിയസ് ഫാക്ടേഴ്സ്. ബുദ്ധിസം ജൈനിസം പോലെ റിലീജിയൻസ് എമേർജ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിലനിന്നിരുന്ന ഒരു റിലീജിയൻ ആയിരുന്നു ഹിന്ദുയിസം. ഈ ഹിന്ദുയിസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അന്ന് ഉപനിഷത്തുകളിലെല്ലാം തന്നെ വളരെയധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിലോസഫിക്കൽ ടീച്ചിങ്സ് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ റിച്വൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വളരെയധികം കോംപ്ലക്സ് റിച്വൽസ് ആയിരുന്നു. അനിമൽ സാക്രിഫൈസസ് ഒരുപാടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു റിലീജിയസ് അൺട്രസ്റ്റ് ഉണ്ടാവുകയാണ്. അതൊരു റിലീജിയസ് ഫാക്ടറായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. മറ്റൊരു എടുത്തു പറയുന്ന പോയിന്റ് ഇസ് എക്കണോമിക് ഫാക്ടേഴ്സ്. നമുക്കറിയാം ബുദ്ധിസവും ജൈനിസം പോലെ രണ്ട് റിലീജിയൻസും ഏറ്റവും കൂടുതൽ പാട്രണൈസ് ചെയ്തിരുന്നത് ക്ഷത്രിയന്മാരായിരുന്നു. പക്ഷെ അത് ഏറ്റവും കൂടുതൽ സ്പ്രെഡ് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ എക്സ്പാൻഡ് ചെയ്യുന്നത് വൈശ്യാസിന്റെ സമയത്തായിരുന്നു. സോ ശരിക്കും വൈശ്യാസും ക്ഷത്രിയാസും കൂടെ ചേർന്നിട്ടാണ് ബുദ്ധിസം ആൻഡ് ജൈനിസത്തിന്റെ ഒരു എക്സ്പാൻഷൻ പോസിബിൾ ആവുന്നത്. വൈശ്യാസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മെർച്ചന്റ് ക്ലാസ് ആണ്, കച്ചവടക്കാരാണ്. അവർ ട്രേഡിന്റെ ഭാഗമായിട്ട് പല രാജ്യങ്ങളും ചുറ്റിക്കാണും. അതോടൊപ്പം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഈ ബുദ്ധിസ്റ്റ് ആൻഡ് ജെയിൻ കൾച്ചേഴ്സിനും എന്തെയും മറ്റു റീജിയൻസിലേക്ക് ഇവർ സ്പ്രെഡ് ചെയ്യാനും ശ്രമിച്ചിരുന്നു. സോ അത് എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന പോയിന്റ്സ് ആണ്. അതുപോലെ തന്നെ അനിമൽ സാക്രിഫൈസ്, അതൊരു റിലീജിയസ് ഫാക്ടറായിട്ട് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു അല്ലെ. ഡയറ്റീസിനെ പ്ലീസ് ചെയ്യാനായിട്ട് അനിമൽ സാക്രിഫൈസസ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതെങ്ങനെയാണ് ഒരു എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് എടുത്തു പറയാൻ പറ്റുക? കാരണം ഈ അനിമൽസ് എന്ന് പറയുന്നത് അന്നത്തെ എക്കണോമിക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ തന്നെയായിരുന്നു. നമുക്കറിയാം ഡൊമസ്റ്റിക്കേഷൻ, കാറ്റിൽ പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടർ ആയിരുന്നു. സോ ഈ ഹിന്ദുയിസം എന്ന് പറഞ്ഞ റിലീജിയന്റെ ഭാഗമായിട്ട് അനിമൽ സാക്രിഫൈസസ് കൂടുതൽ കണ്ടക്ട് ചെയ്തു തുടങ്ങിയപ്പം അത് അഗ്രേറിയൻ കമ്മ്യൂണിറ്റിയെ ഒരുപാട് ബാധിച്ചായിരുന്നു. അവരുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ ഒരുപാട് ബാധിച്ചായിരുന്നു. സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം നോൺ വയലൻസ് അല്ലെങ്കിൽ അഹിംസ എന്നൊരു പ്രിൻസിപ്പിളിലേക്ക് ഉറച്ചു നിൽക്കുകയും സ്വീകരിക്കാനും തുടങ്ങുന്നുണ്ട്. സോ അതും എക്കണോമിക് ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. സോ സോഷ്യൽ ഫാക്ടേഴ്സ്, റിലീജിയസ് ഫാക്ടേഴ്സ്, എക്കണോമിക് ഫാക്ടേഴ്സ്, ഈ 3 കാര്യങ്ങളാണ് ശരിക്കും ബുദ്ധിസം ആൻഡ് ജൈനിസത്തിന് ഒരു എമർജൻസിന് കാരണങ്ങളായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതേ ക്വസ്റ്റിന് തന്നെ രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് അതിന്റെ ഇമ്പാക്റ്റ് പറയാനാണ്. സോ ഇമ്പാക്ട് ഓഫ് സൊസൈറ്റി എന്ന് പറയുമ്പോൾ പല ഭാഗങ്ങളിലും ഇന്ത്യയുടെ പല റീജിയൻസിലും പല സെക്ടേഴ്സിലും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ സാധിക്കും. ലാംഗ്വേജസ് ആൻഡ് ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ പ്രാകൃത്, പാലി പോലെ ലാംഗ്വേജസ് ആയിരുന്നു ജെയിൻ ആൻഡ് ബുദ്ധിസ്റ്റ് ഏറ്റവും കൂടുതൽ പാട്രണൈസ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ കന്നഡ ലിറ്ററേച്ചറിന്റെ ഒരു എമർജൻസ് ശരിക്കും ജൈനന്മാരുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്നും പറയപ്പെടുന്നുണ്ട്. രണ്ടാമത്തെ ഫാക്ടർ ഈസ് ആർട്സ് ആൻഡ് ആർക്കിടെക്ചർ. സാഞ്ചി സ്തൂപ, ബാർഹുത് സ്തൂപ, മൗണ്ട് അബൂലെ ജെയിൻ ടെമ്പിൾസ്, അതുപോലെ ചൈത്യാസ് ആൻഡ് വിഹാരാസ് ഓഫ് ബുദ്ധിസം പോലുള്ളവെല്ലാം തന്നെ ആർട്ട് ആൻഡ് ആർക്കിടെക്ചറിൽ കൊണ്ടുവന്ന മേജർ ആയിട്ടുള്ള ഇൻഫ്ലുവൻസിങ് ഫാക്ടേഴ്സ് തന്നെ ആയിരുന്നു. ദെൻ ഫിലോസഫിക്കലി നോക്കുകയാണെങ്കിൽ നമുക്കറിയാം നോൺ വയലൻസ് അല്ലെങ്കിൽ ദ കോൺസെപ്റ്റ് ഓഫ് അഹിംസ അത് ഏറ്റവും കൂടുതൽ പ്രൊപ്പഗേറ്റ് ചെയ്തിരുന്നതും ബുദ്ധിസം ജൈനിസം പോലുള്ളവയായിരുന്നു. പൊളിറ്റിക്കൽ പ്രോഗ്രസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ കൾച്ചർ മറ്റു ഭാഗങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതും ഈ പറയുന്ന ബുദ്ധിസം ആൻഡ് ജൈനിസത്തിന്റെ വരവോടുകൂടിയാണ്. അതുപോലെ ഇറ്റ് വാസ് വെരി സിമ്പിൾ റിലീജിയൻ, ഒരു സിമ്പിൾ റിലീജിയൻ ആയിരുന്നു. പ്രിൻസിപ്പിൾസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു ആൻഡ് ഈസി ടു ഫോളോ. കാസ്റ്റ് സിസ്റ്റത്തിന് എഗെയിൻസ്റ്റ് ആയിരുന്നു ഈ ബുദ്ധിസം ആൻഡ് ജൈനിസം. സോ ആ ഒരു കോംപ്ലക്സിറ്റിയും അവിടെ റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. സോ ഇതൊക്കെയായിരുന്നു ഇന്ത്യൻ സൊസൈറ്റിയിൽ ഈ രണ്ട് റിലീജിയൻസും കൊണ്ടുവന്നൊരു ഇമ്പാക്ട് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ജൈനിസം ആൻഡ് ബുദ്ധിസം എന്ന് പറയുന്നത് രണ്ട് റിലീജിയൻസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവിടെ കാണേണ്ട ഒരു കാര്യം ഇറ്റ് വാസ് മോർ ഓവർ എ സോഷ്യൽ മൂവ്മെന്റ്. ഒരു സോഷ്യൽ മൂവ്മെന്റ് തന്നെയായിരുന്നു ഈ ജൈനിസം ആൻഡ് ബുദ്ധിസം റാദർ ദാൻ എ റിലീജിയസ് മൂവ്മെന്റ്. ഒരു റിലീജിയസ് മൂവ്മെന്റ് ഉപരി ഒരു സോഷ്യൽ മൂവ്മെന്റ് ആയിരുന്നു ജൈനിസം ആൻഡ് ബുദ്ധിസം എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടത്തിൽ അന്നത്തെ ചേഞ്ചിങ് സൊസൈറ്റിയിൽ വളരെയധികം അത്യാവശ്യമായിരുന്ന രണ്ട് കോൺസെപ്റ്റ്സ് ആയിരുന്നു ജൈനിസം ആൻഡ് ബുദ്ധിസം. ഇത് ഏറ്റവും കൂടുതൽ പാട്രണൈസ് ചെയ്തിരുന്നതോ ഒരു എമർജിംഗ് ക്ലാസ് ആയിരുന്നു. ഇന്ത്യൻ കൾച്ചർ, ലിറ്ററേച്ചർ, ആർക്കിടെക്ചർ, ഫിലോസഫി, വേ ഓഫ് ലിവിങ് എല്ലാ കാര്യങ്ങളിലും ഒരു ഇൻഫ്ലുവൻസിങ് ഫാക്ടർ തന്നെയായിരുന്നു ഈ രണ്ട് റിലീജിയനും. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക,
ഒരു ബോഡി പാർട്ടിൽ ഈ പറയുന്ന പോയിന്റുകളെല്ലാം ഇൻക്ലൂഡ് ചെയ്യുക. ദെൻ ആഫ്റ്റർ ദാറ്റ് ഇതിന് എൻഡ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഒരു കൺക്ലൂഷനും കൂടെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു ആൻസർ നമുക്ക് റാപ്പ് ചെയ്യാൻ സാധിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത 3 ക്വസ്റ്റ്യൻസും വളരെയധികം സിഗ്നിഫിക്കൻ്റ് ആണ്. അതുപോലെ തന്നെ ബുദ്ധിസം ആൻഡ് ജൈനിസം എന്നൊരു ടോപ്പിക്കും വളരെയധികം ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സോ ഗോ ത്രൂ ദാറ്റ്. ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിനായിട്ട് KS മെന്ററിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇന്നത്തെ സെഷൻ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഫോർ ദ ടൈം ബീൻ സൈനിങ് ഓഫ്. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.